മാറി മാറി വരുന്ന സർക്കാരുകൾക്കു പകരം തുടർഭരണം എന്ന നിലയിലേക്ക് കേരളം മാറിയത് വികസന മുന്നേറ്റത്തിന് വഴി തെളിയിച്ചുവെന്ന കെ.ടി. ജലീൽ എം.എൽ.എ. ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയതിന്റെ നേട്ടങ്ങളും ഇനിയും ഒരു തവണ കൂടി ഭരണം ലഭിച്ചാൽ പ്രതീക്ഷിക്കുന്ന വികസനവും വിശദീകരിച്ചാണ് ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എന്നാൽ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ച പശ്ചിമ ബംഗാളിൽ CPM 0 ആണ് എന്ന കമന്റുകൾ കുറിപ്പിന് താഴെയുണ്ട്. വർഗീയത ചെറുത്ത് തോൽപ്പിക്കേണ്ട ആവശ്യകതയും ഗുജറാത്ത് കലാപ സാഹചര്യം സൂചിപ്പിച്ച് കുറിപ്പിൽ പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഓരോ 5 വർഷവും മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനം എന്ന അപഖ്യാതി കേരളത്തിന് മാറിക്കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി. അത് വികസന രംഗത്തുണ്ടാക്കിയ കുതിച്ചുചാട്ടം എല്ലാ വിവരണങ്ങൾക്കും അപ്പുറമാണ്. പരിമിതമായ 5 വർഷ അജണ്ടകളാണ് കേരളത്തെ പല രംഗത്തും പിറകോട്ടടിപ്പിച്ചത്. ആർക്കും ധൈര്യപ്പെട്ട് ഒന്നിനും മുതിരാൻ കഴിയാത്ത സാഹചര്യം ഒരുതരം പഞ്ചവർഷ കാഴ്ചപ്പാട് ഭരണകർത്താക്കൾക്കിടയിലും നിക്ഷേപകർക്കിടയിലും ഉണ്ടാക്കി. നാഷണൽ ഹൈവേ വൈകിയതിന്റെ കാരണവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകാതിരുന്നതിന്റെ അടിസ്ഥാനവും ഇടമൺ കൊച്ചി പവർ ഹൈവേ നടപ്പാക്കാൻ താമസിച്ചതും മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകാൻ കേരളത്തിന് കഴിയാതെ പോയതും വിഴിഞ്ഞം തുറമുഖം അനന്തമായി വൈകിയതുമെല്ലാം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകർത്താവിന്റെ തുടർഭരണത്തിന്റെ അഭാവമാണ്. മാറി മാറി വോട്ട് ചെയ്ത സർക്കാരുകളെ പരീക്ഷിക്കലാണ് ഭരണ മികവിന് നല്ലതെന്ന തെറ്റിദ്ധാരണയ്ക്ക് കേരളീയ വോട്ടർമാർ അന്ത്യം കുറിച്ചതാണ് മലയാളക്കരയെ അപ്പാടെ മാറ്റിമറിച്ച് നമ്മുടെ സ്വപ്ന പദ്ധതികളെ പൂർത്തീകരണ പാതയിലേക്ക് നയിച്ചത്. ഒന്നാം പിണറായി സർക്കാർ 5 വർഷത്തിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കേരളം എത്തിയിടത്ത് എത്താൻ പതിറ്റാണ്ടുകൾ കാത്തിരിക്കുകയോ അതല്ലെങ്കിൽ വികസനത്തിന്റെ കിനാക്കളുടെ മേൽ മണ്ണിട്ട് മൂടുകയോ ചെയ്യേണ്ടി വരുമായിരുന്നു. ഒരു 3-ാം ഊഴം ചുവപ്പിന് കിട്ടിയാൽ പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് കേരളം വികസിക്കും. വിഴിഞ്ഞം തുറമുഖം അതിന്റെ സമ്പൂർണ്ണത കൈവരിക്കാൻ, കേരളയിൽ സാക്ഷാത്കരിക്കാൻ മോഹവില നൽകി മറ്റു ദേശീയപാതകൾക്കും സ്ഥലം ഏറ്റെടുത്ത ഹൈവേ അതോറിറ്റിക്ക് കൈമാറാൻ, വ്യാവസായിക വളർച്ചയുടെ സൂചിക മുന്നോട്ട് ചലിപ്പിക്കാൻ, വൃത്തിയുടെ കാര്യത്തിൽ കേരള സംസ്ഥാനത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒപ്പം എത്തിക്കാൻ, ഭാരതത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ വളർത്താൻ ചുവപ്പിന്റെ 3-ാം ഊഴത്തിനെ കളമൊരുക്കാനാകൂ. സന്ദേഹം വേണ്ട. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഏതാണ്ട് ആയി കഴിഞ്ഞു. ദേശീയ ജലപാതയുടെ ഭാഗമായി കേരളത്തിൽ ഉൾനാടൻ ജലഗതാഗതം പ്രചുരം നേടുകയാണ്. ജലപാത കടന്നു പോകുന്ന ഇടങ്ങളിലെ പാലങ്ങൾക്കും റെഗുലേറ്ററുകൾക്കുമെല്ലാം ആവശ്യമായ ബോട്ട് ചാനലുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. പൊന്നാനിയിൽ പൂർത്തിയായി. കൂട്ടായ റെഗുലേറ്ററിൽ 45 കോടി ചിലവിട്ട് പണി ആരംഭിച്ചു. സീപ്ലെയിനും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കടൽ ഗതാഗതവും ചരക്കുനീക്കവും വൈകാതെ ലക്ഷ്യം കാണും. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്നതും അവയെ മലയാളി പ്രവാസ ലോകവുമായി കൂട്ടിയിണക്കുന്നതുമായ കേരള എയർലൈൻസും നടപ്പാക്കാൻ ചുവപ്പിന്റെ രാഷ്ട്രീയത്തിന് 3-ാം ഊഴം കിട്ടിയേ മതിയാകൂ. സംസ്ഥാനത്തെ മത്സ്യബന്ധന തുറമുഖങ്ങളും വാണിജ്യ തുറമുഖങ്ങളും പുരോഗതിയുടെ വഴിയിലാണ്. ആ കുതിപ്പിന് വേഗം പകരാൻ ഇടതിന്റെ 3-ാം തുടർഭരണത്തിന് കഴിയുമെന്ന് ഉറപ്പ്. 2031 ആകുമ്പോഴേക്ക് തിരിച്ചറിയാനാകാത്ത വിധം കേരളത്തെ പരിവർത്തിപ്പിക്കാൻ 2-ാം പിണറായി സർക്കാരിനും 3-ാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനും സാധിക്കും. തീർച്ച. രാസലഹരി മാഫിയ കണ്ണുവെച്ച കേരളത്തെ അവർക്ക് വിട്ടുകൊടുക്കാതെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള യുദ്ധത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി പിണറായി വിജയൻ കച്ചമുറുക്കി അടർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളും ഗവൺമെന്റ് ആശുപത്രികളും കാർഷിക മേഖലയും പൊതുവിതരണ സമ്പ്രദായവും അസൂയാവഹമായ അഭിവൃദ്ധിയാണ് സ്വന്തമാക്കിയത്. ഇത് ആരെയും അത്ഭുതപ്പെടുത്തും. പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് മുറികളോ തകർന്നു വീഴാറായ മേൽക്കൂരകളോ വൃത്തിഹീനമായ സ്കൂൾ ചുറ്റുപാടുകളോ പഴകിദ്രവിച്ച ഫർണിച്ചറുകളോ എവിടെയും കാണാനാവില്ല. ഉച്ചയ്ക്ക് ശേഷവും സജീവമാകുന്ന സർക്കാർ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ ഓരോ പഞ്ചായത്തിലും വന്നില്ലേ? ഉച്ചയോടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഗേറ്റുകൾ അടച്ച് ഡോക്ടർമാർ സ്ഥലം വിടുന്ന കാലം അവസാനിപ്പിച്ചത് 1-ാം പിണറായി സർക്കാരാണ്. SC/ST വിഭാഗങ്ങളും ഹൈന്ദവ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ക്രൈസ്തവരും മറ്റു ന്യൂനപക്ഷങ്ങളും ഏറ്റവും വലിയ സൗഖ്യത്തിലും ക്ഷേമത്തിലും മനസമാധാനത്തിലും ജീവിക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി കേരളത്തിന് അവകാശപ്പെട്ടതാണ്. ഇതൊന്നു കേട്ടു നോക്കൂ. ഞാൻ സ്വയം 10-12 പേരെ കൊന്നു. ഞങ്ങൾ മുസ്ലിങ്ങളെ ഒന്നടങ്കം തീർത്തു. ഒരു ഗർഭിണിയുടെ വയർ കീറി ഗർഭപിണ്ഡം പുറത്തെടുത്തു. അതെന്തൊരു ആനന്ദമായിരുന്നുവെന്നോ. നരോദ്യ പാട്ടിയ പട്ടണത്തിൽ 100-ലധികം പേരെയാണ് ഞങ്ങൾ വധിച്ചത്. കുടുംബങ്ങളെ ജീവനോടെയാണ് ഞാൻ തീ വെച്ച് കത്തിച്ചത്. പോലീസ് ഞങ്ങളെ സഹായിച്ചു. മോദി, അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി, ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെ അദ്ദേഹം പുകഴ്ത്തുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഫ്രീ ഹാൻഡ് ലഭിച്ചു. ആരും ഞങ്ങളെ തടഞ്ഞില്ല. എന്റെ പ്രവൃത്തിയിൽ ഒരിക്കലും ഞാൻ പശ്ചാത്തപിക്കുന്നില്ല. മുസ്ലിങ്ങൾ മൃഗങ്ങളാണ്. അവരെ കൊല്ലണം. അതൊരു ഹരമാണ്.
എല്ലാത്തിനെയും കൊന്നൊടുക്കിയ ശേഷം രാത്രി സുഖമായി ഞാൻ ഉറങ്ങി. എന്നെ തൂക്കാൻ വിധിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ കൊല്ലുന്നതിനു മുൻപ് 2 ദിവസം പുറത്തിറങ്ങാൻ അവസരം കിട്ടിയാൽ 50,000 മുസ്ലിങ്ങളെയെങ്കിലും ഞാൻ കൊല്ലും. 2007 ബജ്രംഗ് ദൾ നേതാവ് ബാബു ബജ്രംഗി പറഞ്ഞ വാക്കുകളുടെ ആകെ തുകയാണ് മുകളിൽ ഉദ്ധരിച്ചത്. ഈ നികൃഷ്ടനാണ് വിവാദമായ എമ്പുരാൻ സിനിമയിലെ വില്ലൻ കഥാപാത്രം. തെഹൽക്ക രഹസ്യ ക്യാമറ വെച്ച് അദ്ദേഹവുമായി നടത്തിയ അഭിമുഖം മുഴുവനായും യൂട്യൂബിൽ ലഭ്യമാണ്. അതേ പേരിൽ തന്നെയാണ് ആത്മാവ് വെട്ടിമാറ്റാത്ത എമ്പുരാനിൽ വില്ലൻ കടന്നുവരുന്നത്. ഗുജറാത്ത് വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ നരാധമന്മാരിൽ സാത്താന്റെ മുഖവും പിശാചിന്റെ മനസ്സുമുള്ളവൻ. തെഹൽക്ക സീനിയർ കറസ്പോണ്ടന്റ് ആയിരുന്ന ആശിഷ് ഖേദൻ സ്വന്തം ഷർട്ടിന്റെ ബട്ടൺ ഹോളിൽ ഘടിപ്പിച്ച ഒളി ക്യാമറയിലാണ് ബാബു ബജ്രംഗിയുടെ വാക്കുകളും രൂപവും ഒപ്പിയെടുത്തത്. 2002 ഫെബ്രുവരി 27-ന് ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിന് തീപിടിച്ച് 59 പേർ വെന്തു മരിച്ചിരുന്നു. അത് ചെയ്തത് മുസ്ലിങ്ങളാണെന്ന് ആരോപിച്ചാണ് ഗുജറാത്തിലെ വംശഹത്യയ്ക്ക് തീ കൊളുത്തിയത്. ഗുജറാത്ത് വംശഹത്യയെ കുറിച്ച് ചോദ്യം ആവർത്തിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിച്ച് അഭിമുഖം നിർത്തി ഇറങ്ങിപ്പോവുകയാണ് മോദി അന്ന് ചെയ്തത്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ക്രൂരകൃത്യങ്ങളും ഇതോടൊപ്പം ചേർത്തു വായിക്കണം. നൂറുകണക്കിന് മനുഷ്യർക്കാണ് മണിപ്പൂരിൽ ജീവൻ നഷ്ടപ്പെട്ടത്. മതമൈത്രിയുടെ ഈറ്റില്ലമായ കേരളത്തെ ഒരു കാരണവശാലും RSSന് തീരെഴുതി കൊടുത്തുകൂടാ. എല്ലാ വർഗീയ ശക്തികളെയും മാറി മാറി താലോലിക്കുന്ന UDFനും ഈ സംസ്ഥാനം അടിയറവ് വെച്ചുകൂടാ. റവന്യൂ ഭരണത്തിൽ നിന്നുൾപ്പെടെ സർവ്വഭരണ കേന്ദ്രങ്ങളിൽ നിന്നും അഴിമതിയുടെ പ്രേതത്തെ കെട്ടുകെട്ടിച്ച് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കേരളത്തെ സംരക്ഷിച്ച് വികസനത്തിന്റെ പുത്തൻ ഭൂമികയിലേക്ക് ഉറച്ച കാൽവെപ്പുകളോടെ കേരളത്തെ വഴി നടത്തുന്ന ചുവപ്പൻ സർക്കാരിനല്ലാതെ മറ്റാർക്കാണ് മലയാളികൾ ഒരു മൂന്നാമൂഴം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് ജലീൽ ആ കുറിപ്പ് അവസാനിപ്പിച്ചു. സത്യത്തിൽ ഒരു നേതാവിന് കാവിക്കൊടി പാറിക്കുന്നവന്റെ ചെയ്തികൾ ചൂണ്ടിക്കാട്ടാൻ ഒരു സിനിമ വേണ്ടി വന്നു എന്ന് ഉൾസാരം.